അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയണം, ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ രോഗം കാണാൻ പോയി. മുത്തനബിയുടെ വല്ലാത്തൊരു സ്വഭാവമാണ്, തൻ്റെ കൂട്ടുകാർ ആരെങ്കിലും രോഗമായി വീട്ടിൽ കിടക്കുകയാണെങ്കിൽ മുത്തനബി പെട്ടെന്ന് അവിടെ എത്തും, അവരെ സന്തോഷിപ്പിക്കും. അങ്ങനെ മുത്തനബി ഒരു സ്വഹാബിയെ രോഗം കാണാൻ പോയപ്പോൾ അദ്ദേഹമാണെങ്കിലോ വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്തൊരു രോഗമാണ്. മുത്തനബിക്ക് അയാളെ കണ്ടപ്പോൾ മുത്തനബി വല്ലാത്ത വിഷമിച്ചു, മുത്തനബിക്ക് വല്ലാത്ത വേജാറായിപ്പോയി. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു പ്രയാസം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും, നിങ്ങൾ എന്തെങ്കിലും റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടാകുമോ, നിങ്ങൾ എന്തെങ്കിലും റബ്ബിനോട് ദുആയിരുന്നോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഓ നബിയെ, കുന്തു അഖൂലു അല്ലാഹുമ്മ മാ കുന്ത തുആഖിബിനി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജിൽ ബിഹി ഫിദ് ദുനിയ. ഞാൻ ഇങ്ങനെ ദ്വാരന്നിരുന്നു നബിയെ, എന്നെ നീ ആഖിറത്തിൽ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നീ ദുനിയാവിൽ തന്നെ തന്ന് എന്നെ നീ ശിക്ഷിക്കണം, ആഖിറത്തിൽ അത് നീ കണക്ക് ചെയ്യല്ലേ അല്ലാഹ്, ഇവിടെ തന്നെ അതൊക്കെ കണക്ക് തീർക്കണമെന്ന് ഞാൻ റബ്ബിനോട് ദ്വാരന്നിരുന്നു എന്ന് ആ സ്വഹാബി അവിടെ നിന്ന് പറയാണ്. അത് വല്ലാത്തൊരു ചിന്ത തന്നെയാണ്. കാരണം ആഖിറത്തിൽ അല്ലാഹു ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിങ്ങനൊന്നും ആയിരിക്കില്ലല്ലോ. അതുമാത്രമല്ല, ആഖിറത്തിൽ അല്ലാഹു ശിക്ഷിച്ചാൽ പിന്നെ ഇവിടെ രക്ഷയില്ലല്ലോ. ദുനിയാവ് അല്ലാഹു എത്ര ശിക്ഷിച്ചാലും എത്ര പ്രയാസപ്പെടുത്തിയാലും അത് മരണം വരെ, പിന്നൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം അങ്ങനൊരു ഭയന്നിട്ടാണ്, ആഖിറത്തിന് വല്ലാത്ത ഭയന്നിട്ട് ആ സ്വഹാബി അവിടെ നിന്ന് ദ്വാരന്നു പോയതാണ്, റബ്ബേ, എൻ്റെ ദോഷം കാരണത്താൽ നീ എന്തെങ്കിലും എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് ദുനിയാവിൽ തന്നെ എന്നെ നീ ശിക്ഷിക്കണം, ആഖിറത്തിലേക്ക് നീ വെച്ചേക്കല്ലേ അല്ലാഹ്. അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തു. അപ്പോൾ മുത്തനബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്നക ലാ തുതീഖു ദാലിക. എന്തിനാണ് മോനെ നീ അങ്ങനെ ദ്വാരക്കാൻ പോയത്? ഒരിക്കലും പോലും റബ്ബിനോട് അങ്ങനെ ദ്വാരക്കരുത്. അള്ളാഹു ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എവിടെയാണെങ്കിലും അവനൊന്ന് നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. റബ്ബിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എവിടെയാണെങ്കിലും റബ്ബിനോട് ദ്വാരിക്കേണ്ടത് ദുനിയാവിലും ആഖിറത്തിലും, റബ്ബേ, എന്നെ നീ ശിക്ഷിക്കല്ലേ, എന്നെ നീ ബുദ്ധിമുട്ടിക്കല്ലേ എന്നാണ് റബ്ബിനോട് ദ്വാരിക്കേണ്ടത്. ഒരിക്കലും പോലും അങ്ങനെ ദ്വാരുന്നു പോകരുത്, അത് ദ്വാരുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞ് മുത്തുനബി ഒരു ദ്വാ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതായത്, ഓ റബ്ബേ, റബ്ബന, ഓ റബ്ബേ, ആതിന, നമ്മൾക്ക് നീ നൽകനെ, ഫിദ്ദുനിയ, ദുനിയാവിലും, ഹസനത്ത്, നല്ലതും, വഫിൽ ആഖിറത്തി, ആഖിറത്തിലും ഹസനത്ത്, നല്ലത് നൽകനെ. അതായത് ദുനിയാവിലും സന്തോഷം കിട്ടണം, ആഖിറത്തിലും സന്തോഷം കിട്ടണം എന്ന ദുആയാണ് ഏതൊരു മുഅ്മിൻ ദ്വാരക്കേണ്ടത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തണം. ഇതിൽ ധാരാളം നാം പഠിക്കാനുണ്ട്. ഒന്ന്, നേരത്തെ മുത്തനബി പറഞ്ഞതുപോലെ റബ്ബ് എവിടെ ശിക്ഷിച്ചാലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതെത്ര ചെറുത് ശിക്ഷിച്ചാലും നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. റബ്ബിന് മുമ്പിൽ നമ്മൾ തോറ്റുപോകും. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. ഒരിക്കലും പോലും നാം അങ്ങനെ ദ്വാരന്നു പോകരുത്, അങ്ങനെ ചിന്തിച്ചു പോകരുത്. റബ്ബിനോടൊന്നും ചോദിക്കേണ്ടത്, അതാണ് മുത്തനബി പഠിപ്പിച്ചത്. എന്നും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ്, നല്ലതാണ്. അത് തീർച്ചയായും റബ്ബിനോട് ചോദിച്ചാൽ അതിന് വലിയ ബർക്കത്തുണ്ടാകും. രണ്ടും ഇരു വീട്ടിലും സുഖം നൽകുന്നവൻ, സന്തോഷം നൽകുന്നവൻ റബ്ബാണ്. എല്ലാത്തിൻ്റെ അധികാരം അവൻ്റെ കയ്യിലാണ്. ആ ഖൈർ എല്ലാ മുഅ്മിനിനും റബ്ബ് കൊടുക്കും നമ്മുടെ നിയത്ത് പ്രകാരം. അതുകൊണ്ട് റബ്ബിനോടൊന്നും ഈ ദ്വാരക്കണമെന്ന് മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമേറിയ, ഖുർആനൊക്കെ നമ്മെ പഠിപ്പിച്ച വളരെ ഗൗരവമേറിയ ഒരു ദുആയാണ്, നാം എന്നും ദ്വാരക്കേണ്ട ഒരു ദുആയാണ്. റബ്ബിനോട് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതെ, ആ ദുആ പഠിപ്പിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.